iOS 18.3 അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി 0.3 സീരീസിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് ജനുവരി മാസത്തിലാണ്. അതായത് 16.2, 17.2, 18.2 എന്നിങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഡിസംബർ മാസത്തിലും 16.3, 17.3, 18.3 എന്നിങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് ജനുവരി മാസത്തിലുമാണ്. ഈ രണ്ട് അപ്ഡേറ്റുകൾ തമ്മിലുള്ള ഇടവേള വളരെ ചെറുതായതുകൊണ്ടും ഇതിനിടയിൽ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഉള്ളതുകൊണ്ടും 0.3 സീരീസ് അപ്ഡേറ്റുകൾ വളരെ ചെറിയൊരു അപ്ഡേറ്റ് മാത്രമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഒട്ടും വ്യത്യാസം വരുത്താതെയാണ് iOS 18.3 അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതായത് വളരെ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റ് ആണ് iOS 18.3. ആദ്യമായിട്ട് നമ്മൾ iOS 18.2 അപ്ഡേറ്റിലൂടെ കണ്ടൊരു കാര്യമാണ് നമ്മൾ ഹോം സ്ക്രീനിലെ ഐക്കൺസ് ഡാർക്ക് മോഡിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതേ ഡാർക്ക് മോഡ് തന്നെ നമുക്ക് സെറ്റിംഗ്സിലെ ഐക്കൺസിലും കാണാമെന്നുള്ളത്. എന്നാൽ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു ക്യാമറ കൺട്രോൾഡ് ഐക്കൺ മാത്രം ഡാർക്ക് തീമിലേക്ക് വരാതെ ഇരുന്നതായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പേ കണ്ടത്. എന്നാൽ അതിനൊരു കറക്ഷൻ നമുക്ക് iOS 18.3 അപ്ഡേറ്റിലൂടെ കാണാൻ കഴിയും. അതായത് ഐക്കൺസ് ഡാർക്ക് മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ ഒരു ക്യാമറ കൺട്രോളും ഡാർക്ക് മോഡിൽ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. iOS 18.1 അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഫോണുകളിൽ നമുക്ക് ലഭിച്ചൊരു അപ്ഡേറ്റ് ആണ് നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറയുന്നത്. അതായത് ഒരേ ആപ്ലിക്കേഷൻസിൽ നിന്നുള്ള പല നോട്ടിഫിക്കേഷനുകളുടെ സമ്മറി നമുക്ക് പെട്ടെന്ന് കാണുന്ന തരത്തിലായിരുന്നു ഈ ഒരു മാറ്റം. എന്നാൽ ഇങ്ങനെ വന്ന നോട്ടിഫിക്കേഷൻ സമ്മറിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂസ് ആപ്ലിക്കേഷൻസിന്റെയൊക്കെ സമ്മറി നമ്മളെ കാണിക്കുമ്പോൾ പല തെറ്റായ വാർത്തകൾ നമുക്ക് വായിക്കുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് BBC പോലുള്ള വലിയ ചാനലുകൾ എടുത്തു കാണിക്കുകയും ഇതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാകാം iOS 18.3 അപ്ഡേറ്റിലൂടെ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ആപ്ലിക്കേഷനുകൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി ഡിസേബിൾ ചെയ്താണ് ലഭിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ആപ്ലിക്കേഷനുകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഇത് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു കാര്യം ആപ്പിൾ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള തരത്തിൽ ചെറിയൊരു മെസ്സേജും കാണാൻ കഴിയും. അതുമാത്രമല്ല ഇതേ പേജിൽ തന്നെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ സമ്മറി മേ കണ്ടെയ്ൻ എറർ എന്നുള്ളതും വളരെ വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ സമ്മറി നിങ്ങളെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ സമ്മറി പോലുള്ള കാര്യങ്ങൾ ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന iPhone 15 Pro സീരീസിന് മുകളിലുള്ള ഫോണുകളിൽ മാത്രമേ ബാധകമാകുന്നുള്ളൂ. ആപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം, ഇതിനു മുമ്പ് ആപ്പിൾ ഇന്റലിജൻസ് എനേബിൾ ചെയ്യാത്ത ഒരാൾ സെറ്റിംഗ്സിൽ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ സമ്മറി, റൈറ്റിംഗ് ടൂൾസ് എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ iOS 18.3 അപ്ഡേറ്റ് മുതൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസ് ഓപ്ഷൻ എനേബിൾഡ് ആയിരിക്കും. അതായത് ഇനി ആർക്കെങ്കിലും ആപ്പിൾ ഇന്റലിജൻസിന് വേണ്ട എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി ഇത് ഡിസേബിൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ എനേബിൾഡ് ആയിരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് കാരണം ആപ്പിൾ ഇന്റലിജൻസ് ബൈ ഡിഫോൾട്ട് എനേബിൾ ആകുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തു കളയാനുമുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാം തരുന്നത് ആപ്പിളാണ്. അതുകൊണ്ട് വീഡിയോയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 18.3 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു അപ്ഡേറ്റ് ഒട്ടും എക്സൈറ്റിംഗ് ആയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് തരാതെ പോകരുത്. നിങ്ങൾ എന്റെ ഒരു പ്രയത്നത്തെയെങ്കിലും മാനിച്ച് വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നോട്ടിഫിക്കേഷൻ സമ്മറിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം, നോട്ടിഫിക്കേഷൻ സമ്മറി നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ ചെറിയൊരു ഇറ്റാലിക്സ് ഫോണ്ടിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്തായാലും വിഷ്വലി നല്ല രസമുള്ളൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. iOS 18.3 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമായി ലഭിക്കുന്ന ജെൻമോജി iMessageനകത്ത് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോഴും ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ്. ഒട്ടുമാത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നീട് വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ iPhone 16 സീരീസിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, iPhone 16 സീരീസിലുള്ള ഫോണുകളിൽ കാണുന്ന ക്യാമറ കൺട്രോൾ ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വിഷ്വൽ ഇന്റലിജൻസിന്റെ ഈ ഒരു ഓപ്ഷൻ പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് ഇനി മുതൽ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും നേരെ ഇതൊന്ന് നിങ്ങളുടെ ക്യാമറ തിരിക്കുകയാണെങ്കിൽ ഏത് ചെടിയാണ് അത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഞാൻ കുറെ ചെടികളിലൊക്കെ ട്രൈ ചെയ്തു, മാക്സിമം കറക്റ്റായിട്ട് തന്നെയാണ് ഇത് ഉത്തരം പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ആനിമൽസിനെ, പ്രത്യേകിച്ച് ഡോഗ്സിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഏത് ബ്രീഡാണ് ആ ഒരു ഡോഗും എന്നുള്ളത് ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമായി വന്ന വിഷ്വൽ ഇന്റലിജൻസിലൂടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു മാറ്റം, നമുക്ക് ഏതെങ്കിലും കാലണ്ടർ ഈവന്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റേഴ്സിലൊക്കെ ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഈവന്റ് നമ്മുടെ കാലണ്ടറിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞ മാറ്റങ്ങളെല്ലാം മിക്കവാറും ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഫോണുകളിലോ അല്ലെങ്കിൽ iPhone 16 സീരീസിലുള്ള ഫോണുകളിൽ മാത്രം വരുന്ന മാറ്റങ്ങളാണ്. അല്ലാത്ത ഫോണിൽ മാറ്റമായി വന്നിരിക്കുന്ന ഒരേയൊരു കാര്യം കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്ന പരിഹാരം മാത്രമാണ്. അതായത് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷന് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ, ഉദാഹരണം 4x3 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ വീണ്ടും ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 എന്ന് പറയുന്ന ഡിജിറ്റിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരേ ഓപ്പറേഷൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടാണ് സാധാരണ കാൽക്കുലേറ്ററുകൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഈ ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവും പ്രീവിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ മാറ്റവും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കാണാൻ കഴിയും. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു പ്രശ്ന പരിഹാരം, ഇതിനു മുമ്പേ ആപ്പിൾ മ്യൂസിക്കിൽ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരം ഈ ഒരു അപ്ഡേറ്റിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഇതേപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഫോണുകളിൽ താഴെയായിട്ട് ഇവിടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ടു സിരി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതുമല്ലെങ്കിൽ ടൈപ്പ് ടു സിരി എന്ന് പറയുന്ന ഓപ്ഷൻ കൺട്രോൾ സെന്ററിൽ ആഡ് ചെയ്ത് ആക്സസ് ചെയ്യാനും നമുക്ക് ഇതിനു മുമ്പേ കഴിയുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ കീബോർഡ് ഇടയ്ക്ക് ഡിസപ്പിയർ ആവുന്ന ഒരു പ്രശ്നം ചിലരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പ്രശ്നത്തിനും ഈ ഒരു അപ്ഡേറ്റിലൂടെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. സാധാരണ 0.3 സീരീസിലുള്ള അപ്ഡേറ്റുകളിൽ പ്രൈഡ് സീരീസിലുള്ള വാൾപേപ്പറുകൾ പുതിയതായിട്ട് വരാറുണ്ട്. എന്നാൽ 18.3 സീരീസിന്റെ ഈ ഒരു ബിൽഡിനകത്ത് പുതിയ വാൾപേപ്പറുകളും വന്നിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവസാന നിമിഷം പ്രൈഡ് സീരീസിലുള്ള പുതിയ വാൾപേപ്പറുകൾ ആപ്പിൾ നൽകാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പുതിയ വാൾപേപ്പറുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് എന്റെ ജനറൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ iOS 16 സീരീസിനുള്ള മുമ്പുള്ള ഫോണുകളിൽ, പ്രത്യേകിച്ച് ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യാത്ത ഫോണുകളിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാത്ത ചെറിയൊരു അപ്ഡേറ്റ് മാത്രമാണിത്. കൂടുതൽ മാറ്റങ്ങൾ ലഭിക്കുന്നത് iOS 18.4 അപ്ഡേറ്റിൽ മാത്രമായിരിക്കും. ഈ വർഷത്തെ iPhone 16 സീരീസുകൾ പ്രധാനമായും വിൽക്കപ്പെടുന്നത് സോഫ്റ്റ്വെയറിലെ ഫീച്ചേഴ്സ് എടുത്ത് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള ഫോണുകളെ ഒട്ടും പരിഗണിക്കാതെ അതിൽ ഒരു മാറ്റങ്ങളും കൊണ്ടുവരാതെയുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ വർഷം കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 18 സീരീസിലുള്ള അപ്ഡേറ്റുകൾ പഴയ ഫോണുകളിൽ ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് വളരെ ചെറുതും ഒട്ടും എക്സൈറ്റിംഗും അല്ലാത്ത മാറ്റങ്ങളാണ്. ഇനി ഒരുപക്ഷെ 18.3 സീരീസിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമായി പറയുകയാണെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ: സെക്യൂരിറ്റി ഫിക്സേഴ്സ്. എന്തായാലും iOS 18.3 അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിരാശപ്പെടുത്തിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. iOS 18.3 അപ്ഡേറ്റിലൂടെ വലിയ മാറ്റങ്ങളൊന്നും പഴയ ഫോണുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരാതെ ആരും പോകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.